ജീവനും മരണവും നന്മയും തിന്മയും നിൻ്റെ മുമ്പിൽ വച്ചിരിക്കുന്നു. നിനക്ക് ഇഷ്ടമുള്ളത് തിരഞ്ഞെടുക്കാം. ജീവനാണ്, നന്മയാണ് നീ ആഗ്രഹിക്കുന്നതെങ്കിൽ എൻ്റെ മാർഗമറിയുക, എൻ്റെ കൽപ്പനകൾ പാലിക്കുക. ദൈവിക കൽപ്പനകൾ പാലിച്ചുകൊണ്ട് ദൈവഹിതമനുസരിച്ച് ജീവിക്കുവാൻ ഞങ്ങളെ ഓരോരുത്തരെയും പ്രഭാതത്തിൽ വിളിക്കുന്ന കാരണവനായ കർത്താവേ, എന്നെ ആരാധിച്ച് സൂചിച്ച് മാത്രപ്പെടുത്തി അങ്ങേക്ക് നന്ദി പറയുന്നു. ഇന്നേ ദിനം ഞങ്ങൾക്ക് ഓരോരുത്തർക്കും അങ്ങയുടെ കുരിശിൻ്റെ പിന്നാലെ വരുവാനായിട്ടുള്ള ആഹ്വാനം നൽകുന്നതിനെ ഓർത്ത് നന്ദി പറയുന്നു. പീഡകൾ സഹിക്കേണ്ടി വരുമെന്നും കുരിശിൽ മരിക്കണമെന്നും ആ പാത ഞങ്ങളെ പിന്തുടരണമെന്ന് ഞങ്ങൾ ഓരോരുത്തരും ഓർപ്പിക്കുന്ന കാരുണ്യവാനായ കർത്താവേ, നിൻ്റെ കരുണയും സ്നേഹവും ഞങ്ങൾക്ക് എപ്പോഴും നൽകി അനുഗ്രഹിക്കണം. നിൻ്റെ കൃപകളാൽ നിറഞ്ഞ് നിന്നെ മഹത്വപ്പെടുത്തുവാൻ തക്ക വിധം ഞങ്ങളെ ഓരോരുത്തരെയും അനുഗ്രഹിക്കുകയും നിൻ്റെ സാന്നിധ്യവും സാമീപ്യവും ഒരിക്കലും നഷ്ടപ്പെടുത്താതിരിക്കത്തക്ക വിധത്തിൽ ജീവിക്കാൻ ഞങ്ങളെ അനുഗ്രഹിക്കുകയും ചെയ്തു. അങ്ങയുടെ മാർഗമറിഞ്ഞ് അങ്ങയുടെ കൽപ്പനകൾ പാലിച്ച് അങ്ങയുടെ വഴിയെ കടന്നു വരുവാൻ ഞങ്ങളെ ഓരോരുത്തരെയും കാരുണ്യവാനായ നിൻ്റെ സ്നേഹത്തിൻ്റെ നിറവിൽ ജീവിച്ച് നിന്നെ മഹത്വപ്പെടുത്തുവാൻ ഞങ്ങൾക്ക് തന്നിരിക്കുക പുണ്യമായി നോമ്പ് മാസത്തിൽ നിത്യമായ ജീവനിലേക്ക് പ്രവേശിക്കുവാൻ തക്ക വിധം യോഗ്യതയുള്ളവരാകുവാൻ അങ്ങ് നൽകിയിരിക്കുന്ന ഈ ദിവസങ്ങളെ ഓർത്ത് നന്ദി പറഞ്ഞ് അങ്ങേ മഹത്വപ്പെടുത്തുന്നു. ഇന്നേതിനും ഞങ്ങൾ അങ്ങയുടെ വഴി അറിയാതെ ജീവിക്കുന്ന എല്ലാവരെയും അങ്ങയുടെ തിരുസന്നിധിയിൽ സമർപ്പിക്കും. അങ്ങേക്കെതിരായി ചിന്തിക്കുകയും പ്രവർത്തിക്കുകയും ചെയ്തവരെ, കുടുംബങ്ങളെ നശിപ്പിക്കുകയും വിശ്വാസ ജീവിതത്തെ അധിക്ഷേപിക്കുകയും ചെയ്ത എല്ലാവരെയും നിൻ്റെ തിരുമുമ്പിൽ സമർപ്പിച്ചുകൊണ്ട് പ്രാർത്ഥിക്കുന്നു. കാരുണ്യവാനായ കർത്താവേ, നിൻ്റെ കൃപയും അനുഗ്രഹവും ഓരോ നിമിഷവും നഷ്ടപ്പെടുത്താതെ ജീവിക്കുവാൻ തക്കവിധം എല്ലാവരെയും അനുഗ്രഹിക്കണം. അങ്ങ് കുരിശിലൂടെ നേടിയ രക്ഷ സകലർക്കും ഉള്ളതാണെന്ന ബോധ്യത്തിൽ ജീവിക്കുവാനും തെറ്റായ പാതയിലൂടെ കടന്നു പോകുന്നവർക്ക് രക്ഷയുടെ മാർഗം നൽകി അനുഗ്രഹിക്കണമേ. നിത്യം പിതാവും പുത്രനും പരിശുദ്ധാത്മാ സർവേശ്വരനെ പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയുണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയുണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയുണ്ടായിരിക്കട്ടെ.